ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ഇനി പോകുന്നത്. കൊല്ലം ചടയമംഗലത്ത് ബസ്സിനുള്ളിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം. തിരുവല്ല സ്വദേശി സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി ബസ്സിനുള്ളിൽ വെച്ച് ഉറങ്ങുന്ന സമയത്തായിരുന്നു ലൈംഗിക അതിക്രമം ഉണ്ടായത്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷാനോസ് ഡേവിഡ് ചേരുന്നു. ഷാനോസ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ കേസിനെ കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഷാനോസ്? ടോം, ഇന്ന് വൈകുന്നേരം 6:30 മണിക്കാണ് ആയൂരിനെ പ്രവേശിക്കുന്ന ഈ സാബു എന്ന് പറയുന്ന തിരുവല്ല സ്വദേശി KSRTC ബസ്സിൽ കയറുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന KSRTC ബസ്സിലാണ് ഇയാൾ കയറിയത്. എന്നിട്ട് ഈ പെൺകുട്ടി ഇരിക്കുന്ന സീറ്റിന് സമയമെത്തിയാണ് ഇയാൾ ഇത്തരത്തിൽ മോശമായി പെരുമാറിയത്. ഡൽഹിയിൽ മെഡിക്കൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥിനി പിതാവിനൊപ്പം യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഇത്തരം ഒരു മോശപ്പെട്ട അനുഭവം KSRTC ബസ്സിനുള്ളിൽ നിന്ന് അനുഭവപ്പെടേണ്ടി വരുന്നത്. ഇത് ഇയാൾ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു നിന്ന് ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ഇയാൾ മോശമായി പെരുമാറാൻ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇത് കണ്ട് ഈ പെൺകുട്ടി ഈ അനുഭവം ഇത് കണ്ടിട്ട് പെൺകുട്ടി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു, തുടർന്ന് ബഹളം വെക്കുന്നു. അങ്ങനെയാണ് മറ്റുള്ളവർ ഈ സംഭവം അറിയുന്നത്. അതിനെ തുടർന്ന് ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റാളുകളൊക്കെ കൂടി, യാത്രക്കാരൊക്കെ കൂടി ഇയാളെ തടഞ്ഞു വെച്ചു. അങ്ങനെ ബസ് നിർത്തി ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചു. അതിനുശേഷമാണ് പോലീസ് എത്തി ബസ് അടക്കം യാത്രക്കാരെ അടക്കം ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ മാറ്റി. തുടർന്ന് ഈ വിദ്യാർത്ഥിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ചീത്തത്തെ അപമാനിച്ചതിനും പൊതുസ്ഥലത്ത് ലൈംഗിക അവയവം പ്രദർശിപ്പിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ പ്രധാനപ്പെട്ട കാര്യം, ഇയാള് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത്, ആ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഇയാൾ ഏത് ബസ്സിൽ കയറണം എന്നറിയാതെ കുഴങ്ങി പല ബസ്സുകൾക്ക് കൈനീട്ടുകയും കയറാതിരിക്കുകയും തുടർന്ന് ചില ബസ്സുകൾ കയറിയിട്ട് ഇറങ്ങി വെക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗം കൊണ്ടോ എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. അതിനുള്ള പരിശോധനകളൊക്കെ വരും ദിവസങ്ങളിൽ നടത്തും എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ പോക്കറ്റിൽ നിന്നും നിരവധി ഈ ബസ് ടിക്കറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ നിരന്തരം ബസ്സുകളിൽ സഞ്ചരിച്ച ഇത്തരം പ്രവൃത്തി നിരന്തരം തുടരുന്ന ആളാണെന്ന ഒരു സംശയത്തിൽ കൂടിയാണ് പോലീസ് മുൻപോട്ട് പോകുന്നത്. എന്തായാലും പീഡന ശ്രമത്തിനടക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതി ഇപ്പോഴും ഈ സ്റ്റേഷനിലുണ്ട്. ഉടൻ തന്നെ മറ്റു നടപടികൾ. ഷാനോസ് ഡേവിഡാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചടയമംഗലത്ത് നിന്നാണ്. ഏറെ